ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നമ്മുടെ അപ്പാനി പുറത്തായതോടുകൂടി അവിടെ ഗ്രൂപ്പിസത്തിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം വരും. അതായത് അപ്പാനിയുടെ ഗ്രൂപ്പിൽ നിന്നാൽ പുറത്ത് നെഗറ്റീവാണ് എന്നുള്ള ചിന്താഗതി പൊതുവെ ആ വീട്ടിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ RJ ബിൻസി പുറത്തായി. RJ ബിൻസി പുറത്താവാൻ കാര്യം അപ്പാനിയുമായിട്ടുള്ള കൂട്ടുകെട്ടായിരുന്നു. അപ്പാനിയും അക്ബറും ഇവരെല്ലാവരും കൂടെ ഇരിക്കുന്ന ഒരു കൂട്ടുകെട്ടിലേക്ക് RJ ബിൻസി എത്തിപ്പെടുന്നതോടു കൂടിയാണ് RJ ബിൻസി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറഞ്ഞത്. ഇപ്പോൾ സമാനമായ രീതിയിൽ നമ്മുടെ അപ്പാനിയും ആ ഗ്രൂപ്പിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള അപ്പാനിയും പുറത്തായിരിക്കുകയാണ്. അപ്പോൾ ഇനി അക്ബറും ജിസയിലും ആര്യനും റെന ഫാത്തിമയും അടങ്ങുന്ന ഗ്യാങ്ങിന് ഒരു കാര്യം മനസ്സിലായിട്ട് കാണും, പുറത്ത് ഇവർക്ക് സപ്പോർട്ടില്ല. അതായത് ഈ അപ്പാനിയുടെ ഗ്യാങ്ങിന് പുറത്ത് സപ്പോർട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി കാണും. പുറത്ത് സപ്പോർട്ട് അനുമോക്കായിരിക്കും എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. കാര്യം അനുമോളെ ഏറ്റവും കൂടുതൽ പിറകെ നടന്ന് പ്രൊവോക്ക് ചെയ്ത് ഉപദ്രവിച്ച ആളാണ് നമ്മുടെ അപ്പാനി. അപ്പോൾ അങ്ങനെയുള്ള അപ്പാനിയെ പ്രേക്ഷകർ പുറത്താക്കിയെങ്കിൽ അതിൻ്റെ അർത്ഥം അനുമോളെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ഇനി അവിടെയുള്ള ആളുകളിൽ പലരും ഗെയിം മാറ്റാൻ തുടങ്ങും. ഒന്നാമത് വൈഡ് കാർഡ് വന്നപ്പോൾ തന്നെ അനുമോക്ക് പുറത്ത് അത്യാവശ്യം ഫാൻസ് ആണെന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് അവർ വേറെ രീതിയിൽ കളിക്കാറുണ്ട്. അതായത് എല്ലാവരും അനുമോളെ സോപ്പിട്ട്, പ്രത്യേകിച്ച് നെവിനൊക്കെ അനുമോളുടെ കൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അനുമോളെ ഭയങ്കര കംഫർട്ടബിളായിട്ട് നിർത്താൻ ശ്രമിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇനി അപ്പാനി കൂടി പുറത്തായ സ്ഥിതിക്ക് അനുമോക്ക് പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലാക്കി കൂടുതൽ ആൾക്കാർ അനുമോൾ അടുത്തേക്ക് അടുക്കും, അല്ലെങ്കിൽ അനുമോളെ ഇനി പഴയതുപോലെ ഒറ്റപ്പെടുത്തില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുപോലെ അക്ബർ, ജിസേൽ, ആര്യൻ, റെന ഫാത്തിമ അടങ്ങുന്ന ആളുകളുടെ ഇനി ആ വീട്ടിലെ ജീവിതം കുറച്ച് പ്രശ്നമായിരിക്കും. കാര്യം അവർക്കറിയാം പുറത്ത് അവർക്ക് സപ്പോർട്ടില്ല, അതുകൊണ്ടാണല്ലോ അപ്പാനി പുറത്തായത്. അപ്പോൾ അതുകൊണ്ട് അവരെ ഇനി അവിടെയുള്ള ജീവിതം എങ്ങനെയായിരിക്കും, ഇനി അവരെന്തൊക്കെയാണ് അവരെ ഗെയിം സ്ട്രാറ്റജി എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.